നിലമ്പൂരിൽ പ്രചരണ ചൂടേറുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. സർക്കാരിൻ്റെ ഭരണപരാജയവും ജനവിരുദ്ധ നയങ്ങളും ഒന്നൊന്നായി തുറന്നു കാട്ടിയുള്ള UDF പ്രചരണത്തിന് മുന്നിൽ ഇടതുമുന്നണി അട്ടിപ്പതറുന്ന കാഴ്ചകളാണ് നിലമ്പൂരിൽ ഉയരുന്നത്. പ്രചരണത്തിൽ ഏറെ മുന്നിലായ ആര്യടൻ ഷൗക്കത്തിൻ്റെ പഞ്ചായത്ത് തല പര്യടനം തുടർന്നു വരികയാണ്. എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകുലിയിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇന്നത്തെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കരുളായി പഞ്ചായത്തിൽ നടക്കുന്ന പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. നിലവിൽ 14 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. വൈകുന്നേരം 3 മണിയോടെ ആരൊക്കെ മത്സരരംഗത്ത് അവശേഷിക്കുന്നു എന്നതിൽ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞിരിക്കും. നിലമ്പൂരിൽ CPMകാരും UDFന് വോട്ട് ചെയ്യുമെന്നും ആര്യടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K സുധാകരൻ MP പറയുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ തനിക്ക് 8000 വോട്ടിൻ്റെ ലീഡാണ് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ CPMകാർ നിലമ്പൂരിൽ UDFന് വോട്ട് ചെയ്യും. കുടുംബത്തിനു വേണ്ടി കേരളത്തെ കൊള്ളയടിക്കുന്ന ഭരണമാണ് പിണറായി വിജയൻ നടത്തിവരുന്നത്. 9 വർഷത്തെ ജനദ്രോഹ ഭരണത്തിനെതിരായ വിധി എഴുത്തായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുന്നത്. നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. സർക്കാരിൻ്റെ ഭരണപരാജയവും ജനദ്രോഹ നയങ്ങളും തുറന്നു കാട്ടിയുള്ള പ്രചരണമാണ് UDF നടത്തുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ സസന്തോഷത്തോടെ ആര്യടൻ ഷൗക്കത്തിനെ വരവേൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ സ്ഥാനാർത്ഥിയും പ്രചരണങ്ങളും ശക്തമായിരുന്നു. ഇരു മുന്നണികളെക്കാളും ബഹുദൂരം മുന്നിലാണ് UDF. മുഖ്യമന്ത്രിയും A വിജയരാഘവനും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിന് പോളിംഗ് ബൂത്തിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറയുകയാണ്. പെൻഷൻ മുടക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നടപടിക്കെതിരെയാണ് KC വേണുഗോപാൽ പറഞ്ഞത് എന്നും സർക്കാർ പെൻഷൻ സമയത്ത് നൽകണം എന്നതാണ് UDFന്റെ ആവശ്യമെന്നും അദ്ദേഹം നിലമ്പൂരിലെ പാത്തിപ്പാറയിൽ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു.